ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി സരോജിനി നായിഡു. ലോകത്തിന്റെ മേൽക്കൂര, പാമീർ പീഠഭൂമി. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദി ഏത്? സിന്ധു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതിചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഗോതമ്പ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല വയനാട്. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്നത് ലാഭം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജൻ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണെന്ന് തിരിച്ചറിയുക. സമത്വ സമാജം സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമികൾ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയായിരുന്നു? നമ്പൂതിരി സമുദായം. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിന്റെ പേര്? ആദിത്യ L1. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകളെ താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ്? സൗരോർജവും കാറ്റും. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിന്റെ കാരണങ്ങളിൽ ശരിയായത്? ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവുമുള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശനത്തിന് വിധേയമാകുന്നു. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ. 3-പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെടുന്നു. എർത്ത് പിന്നിൽ മറ്റു 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ചാലകമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ്? സ്വർണം, ചെമ്പ്, അലൂമിനിയം. ഷോക്ക് ഏറ്റ ഒരാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത്? വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്ന് മാറ്റുക. വൈദ്യുത ആഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതി വിതരണത്തിനുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏതു ലോഹമാണ് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? അലൂമിനിയം. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട്. തന്നിരിക്കുന്നവയിൽ ഊർജ ലാഭത്തിൽ ഗണ്യമായിട്ട് സഹായിക്കുന്നത്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. വൈദ്യുതി കടത്തിവിടാത്തത്? പ്ലാസ്റ്റിക് സ്കെയിൽ. തന്നിരിക്കുന്നവയിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യും. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിലെ 2 ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള പരസ്പര ബന്ധിതമായ ശൃംഖലയാണ് ഇലക്ട്രിക് ഗ്രിഡ്. വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം വാട്ട് അവർ മീറ്റർ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? 11 kV. വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഫീഡറിന്റെ ഉപയോഗം? വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗമെന്ത്? ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നുമുള്ള വൈദ്യുതിയെ ഉപഭോക്താവിനു ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്.
ഫിലമെന്റ് ലാബുകളിൽ ഫിലമെന്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. പവറിൽ വ്യത്യാസം വരാതെ എ.സിയുടെ വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. എ.സിയുടെ വോൾട്ടേജ് ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എ.സിയുടെ വോൾട്ടേജ് താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം ഇന്തോനേഷ്യ. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിൽ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വിമുക്തി. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായിട്ട് സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നേതാവ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ: നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. താഴെ തന്നിരിക്കുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ബാങ്കിങ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ട. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ. എ.സി ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. എ.സി ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എ.സി ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കിച്ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ്. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? 230 വോൾട്ട്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCBയുടെ പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഓപ്ഷൻ ബി. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകളിൽ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിലെ ഊർജ്ജം യാന്ത്രിക ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം കാറ്റിന്റെ ദിശാമാറ്റം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് IPL.